മക്കളെ, നമ്മൾ ജിയോമെട്രി ആൻഡ് അൾജിബ്ര പറഞ്ഞ ചാപ്റ്ററിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അവസാനത്തെ കുറച്ച് ക്വസ്റ്റ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിൽ എ ബി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകളാണ് 0680 പറഞ്ഞിട്ടുള്ളത്. എ ബി എന്ന വര വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ വൃത്തകേന്ദ്രത്തിന്റെ സൂചക സംഖ്യ കാണുക. സെറ്റാണോ? എന്താ പറഞ്ഞത്? എ ബി പറഞ്ഞിട്ടുള്ള ഒരു ലൈന് വ്യാസമായിട്ട് ഒരു വൃത്തം വരയ്ക്കണം. എടാ മക്കളെ, ഈ എ ബി പറഞ്ഞിട്ടുള്ള ഇയാളെ വ്യാസമായിട്ട് അല്ലെങ്കിൽ ഡയമീറ്റർ ആയിട്ട് നമ്മൾ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ അത് ഏതിലൂടെ പോവുക? ഇതിലൂടെയാണ് ആ വൃത്തം പോവുക. എന്താ കാരണം? ദാ ഈ വ്യാസത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് അല്ലേ? ദാ അപ്പൊ അർദ്ധവൃത്തത്തിലെ കോണായിട്ട് മാറൂലേ ഇതാ ഇയാള്. അപ്പൊ നമ്മളൊരു വൃത്തം വരയ്ക്കുമ്പോ ഈ ഒരു രീതിയിലായിരിക്കും അത് പോയിട്ടുണ്ടാവുക. അപ്പോഴല്ലേ അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആവുകയുള്ളൂ അല്ലേ മക്കളെ? അപ്പൊ വരച്ചു കഴിഞ്ഞാൽ വൃത്തകേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ, വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇത് ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ വൃത്തത്തിന്റെ കേന്ദ്രമാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ സൂചക സംഖ്യകൾ കണ്ടൂല്ലേ? ഇയാള് എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ആ ലൈനിന്റെ മിഡ് പോയിന്റ് നമുക്ക് കാണാനാവുന്നൂടെ? എങ്ങനെ? എക്സ് കോർഡിനേറ്റുകൾ കൂട്ടും y2 ചെയ്യും, y കോർഡിനേറ്റുകൾ കൂട്ടും y ചെയ്യും. അപ്പൊ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് കാണാനാണ്. മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് x1 + x2 ഡിവൈഡഡ് ബൈ 2, y1 + y2 ഡിവൈഡഡ് ബൈ 2. സെറ്റ് ആണോ? എന്താണ്? എക്സിന്റെ കോർഡിനേറ്റ്സ് എന്താ? പരസ്പരം കൂട്ടുക. 2 + 0 സോറി 8 + 0. 8 + 0 എന്ന് പറയുന്നത് എത്രയാ? 8 തന്നെയാണ്. അപ്പൊ 8/2 എന്ന് വരും. 6 + 0 എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്. അപ്പൊ 6/2 എന്ന് വരും. 6/2 എന്ന് വരും. അപ്പൊ നമ്മളുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ നമ്മളുടെ സെന്ററിലെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4, 3 ആയിരിക്കും. സെറ്റ് ആണോ? റെഡി ആണോ? ആ കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇയാളെന്താ? അർദ്ധവൃത്തത്തിലെ കോണായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്താ ഇതിലൂടെയാണ് ആ ഒരു പോയിന്റ് പോയിട്ടുണ്ടായിരിക്കുക. ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ബി പറഞ്ഞിട്ട് എന്താ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താ? വൃത്തത്തിന്റെ ആരം കാണുക. വൃത്തത്തിന്റെ ആരം, ഇതാണ് വൃത്തത്തിന്റെ ആരം കാണുക. ഇതല്ലേ ഒരു വൃത്തത്തിന്റെ ആരം എന്ന് പറഞ്ഞത്? ഈ രണ്ട് പോയിന്റുകളും അറിയാം. ആ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ അവിടെ കാണേണ്ടത്? അത് തന്നെയാണ് ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെന്താ? ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് അറിഞ്ഞൂടെ? √, എന്താ? √, x2 - x1 whole square പ്ലസ് y2 - y1 whole square എന്നെന്താ നമ്മൾ ചെയ്യൂലേ മക്കളെ? അതിൽ x1 ഇയാളെ ഞാൻ x1 y1 ആയിട്ടും ഇയാളെ ഞാൻ x2 y2 ആയിട്ടും എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ബിന്ദുക്കൾ എടുക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. ആ രണ്ട് ബിന്ദുക്കൾ വേണമെങ്കിൽ എടുക്കാം. രണ്ടും ഒരാൾ തന്നെയാണ്. ഇതിൽ നിന്ന് √x2 എന്ന് പറയുന്നത് ഇതാ x2 - x1 ദാ 8 - 4. 8 - 4 എന്ന് പറയുന്നത് 4 തന്നെയാണ്. അപ്പൊ 4ന്റെ സ്ക്വയർ ആയിട്ട് വരും. നമ്മൾ ഫാസ്റ്റ് ആയിട്ടൊന്നും ചെയ്യുന്നുണ്ട് കേട്ടോ, ഒപ്പം പിടിക്കാൻ നോക്കുക. അതാ y2 - 1, y2 - y1 0 - 3. 0 - 3 എന്ന് പറയുന്നത് -3 ആണ്. -3ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് √4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. -3ന്റെ സ്ക്വയർ എന്ന് പറയുന്നതും 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണ്. ഇയാൾ രണ്ടാളെയും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √25 എന്ന് കിട്ടും. √25 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ഇയാളുടെ റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ്. ഇയാളുടെ ഈ ലെങ്ത് പറയുന്നത് 5 ആണ് റേഡിയസ് ആയതുകൊണ്ട്. അപ്പൊ മൊത്തം ഡയമീറ്ററിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണെന്ന് കിട്ടിയോ? 10 ആണെന്ന് കിട്ടിയോ? സെറ്റ് ആണോ? അപ്പൊ ഇവിടെ മുതലും ഈ ലെങ്ത് എത്രയായിരിക്കും? അയാളും എന്താണ്? അയാളും 5 ആണ്. ഓർത്ത് വെച്ചാൽ മതി. നമ്മളെ ചോദിച്ചിട്ടൊന്നുമില്ല. കൂടുതൽ അത്തരം കാര്യങ്ങളൊക്കെ എന്താ ഓർത്ത് വെക്കുക. നമ്മുടെ മൂന്നാമത്തെ സി പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് നമുക്ക്. എന്താണ് ആ സി പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. വൃത്തത്തിന്റെ സമവാക്യം കാണുക. നമുക്കറിയാം ഏതൊരു വൃത്തത്തിന്റെ സമവാക്യം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് x - a whole square പ്ലസ് y - b whole square is equal to r² ആണെന്ന്. എക്സിന് എന്താ? നമ്മൾ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ എക്സിന് വൈന് അതേപോലെ തന്നെ എഴുതും.
എ കോമ ബി പറഞ്ഞാൽ എന്താ, എയും ബി എന്താ വൃത്തത്തിന്റെ സെന്ററിനെയാണ് നമ്മൾ എ കോമ ബി എന്ന് പറയുന്നത്. അപ്പൊ എ കോമ ബി എന്ന് പറയുന്നത് വൃത്തത്തിന്റെ സെന്റർ ആണ്. എ കോമ ബി എന്ന് പറയുന്നത് വൃത്തത്തിന്റെ സെന്റർ ആയ 4,3 ആണ്. ഓക്കെ, 4,3 ആണ് എ കോമ ബി എന്ന് പറയുന്നത്. എക്സ് നമുക്കറിയോ ഇല്ല, എക്സ് നമ്മൾ ഇക്വേഷൻ ആയതുകൊണ്ട്. അതേപോലെ തന്നെ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് 4 ആണ്. 4² പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 5 ആണ്. അപ്പൊ 5ന്റെ സ്ക്വയർ എന്ന് എഴുതും. 5ന്റെ സ്ക്വയറിന് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതണം. 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണെന്ന് നമ്മൾ എഴുതണം. സെറ്റാണോ? ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്താ, നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യാം. ഇതാ x-4 ഞാൻ ഓപ്പൺ ചെയ്യാൻ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. 1-2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതാ ഫസ്റ്റത്തെ ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. 1 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ സി. ഇപ്പൊ 3-4 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യണം. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ x-a ഹോൾ സ്ക്വയർ ആണ്. x-a ഹോൾ സ്ക്വയർ പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യേന്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ സംഖ്യേന്റെ സ്ക്വയർ മൈനസ് ആയതുകൊണ്ടാണ് മൈനസ്. ഇതൊക്കെ ഗുണിക്കുക. x ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ 4x ആണ്. 4x ഗുണിക്കണം 2 എന്ന് പറയുന്നത് 8x ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. 8x എന്ന് എഴുതി പ്ലസ് ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ആളുടെ സ്ക്വയർ 3² മൈനസ് ആയതുകൊണ്ട് മൈനസ് ചെയ്യാൻ 2. 3 ആൾക്കാർ ഗുണിക്കുക. ഇയാളെയും ഗുണിക്കുക. 3 × y എന്ന് പറയുന്നത് 3y ആണ്. 3y × 2 എന്ന് പറയുന്നത് 6y ആണ്. ഈക്വൽ ടു 25 എന്ന് വരും. ഓക്കെ, നമുക്ക് ആരെങ്കിലൊക്കെ വെട്ടാണ്ടെങ്കിൽ അയാളൊക്കെ വെട്ടാൻ നമുക്ക് നോക്കുക. ഓക്കെ, ഈ ഇവിടെ ഒരു 4² ഉണ്ട്. ഈ 4² ഇവിടെ ഒരു 3² ഉണ്ട്. നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ x² അതേപോലെ തന്നെ എഴുതി പ്ലസ് 16. ഇവിടെ ഒരു പ്ലസ് 60 ഉണ്ട്. ഇതാ ഇവിടെ ഒരു പ്ലസ് 60 ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇയാൾ 4² എന്ന് പറയുന്നത് 60 ആണ്. 3² എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഈ 4² ഈ 3² നമ്മൾ കൂട്ടുക. അതായത് 60 + 9 നമ്മൾ കൂട്ടുമ്പോൾ 25 എന്ന് കിട്ടും. നമ്മൾ 25 നമ്മൾ അതേപോലെ എഴുതി മൈനസ് 8x പ്ലസ് y² മൈനസ് 6y ഈക്വൽ ടു 25. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ 25 പ്ലസ് 25 എന്താ സമത്തിന്റെ അപ്പുറത്തേക്ക് മൈനസ് 25 ആയിരിക്കും. ഇനി പോയി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇയാളെയും നമുക്ക് എന്താ കട്ട് ചെയ്യാം. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ x² y² ഒന്നിച്ച് കൊണ്ടുവരിക. x² പ്ലസ് y² മൈനസ് 8x മൈനസ് 6y ഈക്വൽ ടു 0 എന്ന് വരും. ഇതായിരിക്കും നമ്മളെ ആ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സെറ്റാണോ? റെഡി ആണോ മക്കളെ? ഈ ഒരു സർക്കിളിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു 0 ആണെങ്കിൽ, നിലവിൽ 0 അല്ല ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇക്വേഷൻ എഴുതും. x² പ്ലസ് y² സമം r² ആയിട്ട് എഴുതിയിരിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലത്തെ എക്സും ഇല്ല, ഇതേപോലത്തെ വൈയും ഇവിടെ ഇല്ല. x² y² ഉണ്ട്. അപ്പോ ഇത്തരം ആളുകൾ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു തന്നെ ആയിരിക്കും. അതായത് 0 ആയിരിക്കും ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ആധാര ബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ ആയിരിക്കും. 0 ആയിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 6 5 ആയതുകൊണ്ട് 5² ഈക്വൽ ടു 25 എന്ന് വരും. റെഡി ആണോ? നിലവിൽ 4 ആണ് സെന്റർ. അപ്പോഴുള്ളതാണ് ഇയാള് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി ആണോ മക്കളെ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ എന്താന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വരയുടെ സമവാക്യം. അപ്പൊ ഒരു വര ഉണ്ട് നമുക്ക്. ആ വരയുടെ സമവാക്യം എന്ന് പറയുന്നത് 2x മൈനസ് y 2 ഈക്വൽ ടു 0 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അതിൽ എ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ എന്ന് പറയുന്നത് 3 4 എന്ന ബിന്ദു ഈ വരയിലാണോ എന്ന് പരിശോധിക്കുക. 3 4 അതായത് x, y എന്ന് പറയുന്നത് എത്രയാ? 3, 4 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പറഞ്ഞുള്ള ഈ പോയിന്റ് ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഇക്വേഷന്റെ ഈ വരയിലാണോ എന്നെന്താ നമ്മൾ പരിശോധിക്കണം. ഈ എക്സും അതായത് x 3 ആണ്, y 4 ആണ്. ആ രണ്ട് എക്സിനെയും വൈനെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ടു 0 വരികയാണെങ്കിൽ എന്താ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ഉണ്ട്. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിലായിരിക്കും. സെറ്റാണോ? നമുക്ക് ആ എക്സും വൈ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് ഈക്വൽ ടു എന്താ 3 ആണ്, വൈ ഈക്വൽ ടു എന്താ 4 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ 2 × x എന്ന് പറയുന്നത് എത്രയാ? 2 × 3 ആയിരിക്കും. സോറി, നമുക്ക് എഴുതാം 2 × 3 -4 -2 ഈക്വൽ ടു 0 വരണം. സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രം എന്താ
ഇക്വേഷൻ ഈ ഒരു പോയിന്റ് ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ പോയിന്റിലായിരിക്കുള്ളൂ. ഓക്കെ, 2 × 3 എന്ന് പറയുന്നത് എന്താ 6 ആണ്. 6 - 4 - 2 = 0. മക്കളെ 6 - 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 - 2 എന്ന് പറഞ്ഞാൽ എത്ര? 0 അല്ലേ? അപ്പൊ നമുക്ക് എന്താ 0 = 0 എന്ന് കിട്ടും. അതിനർത്ഥം എന്താ 0 = 0 എന്ന് പറഞ്ഞാൽ എന്താ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്തോ ഈക്വൽ ആക്കി ആര് വന്നപ്പോ ഈ ഒരു പോയിന്റ് വന്നപ്പോ. അതിനർത്ഥം എന്താ ഈ പോയിന്റ് ഈ ലൈനിന്റെ ഇക്വേഷൻ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ലൈനിലാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. റെഡി ആണോ? നമുക്ക് ബി പറഞ്ഞ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഈ വര എക്സ് അക്ഷത്തെയും അല്ലെങ്കിൽ എക്സ് ആക്സിനെയും വൈ അക്ഷത്തെയും മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കാണുക. അപ്പൊ എന്താ ഈ ഒരു ലൈൻ എന്താ എക്സ് അക്ഷത്തെയും അല്ലെങ്കിൽ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും നമ്മൾ എന്താ കട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്, ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസ്. അപ്പോൾ ഏകദേശം നമ്മളെ ലൈൻ എന്താ രണ്ടാളെയും കട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ ലൈൻ ഈ രീതിയിലായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള സൂചക സംഖ്യകൾ ഇയാളുടെ സൂചക സംഖ്യയും കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇയാൾ ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കില്ലേ? ഈ പോയിന്റിലെ വൈ, അതായത് ഈ വൈ കോർഡിനേറ്റ് ഉണ്ടല്ലേ, ഇവിടെ ഈ വൈ കോർഡിനേറ്റ് എന്താ എക്സ് ആക്സിസിലാണെങ്കിൽ എപ്പോഴും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് ആക്സിസിലാണെങ്കിൽ എപ്പോഴും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ ആക്സിസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റും എന്താ അപ്പൊ 0 ആയിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റിലെ എന്താ വൈ ആക്സിസ് നമുക്ക് കാണണം, ഈ ഒരു പോയിന്റിൽ എന്താ എക്സ് ആക്സിസ് കാണണം. ഈ പോയിന്റിനെ എ എന്നും ഈ ഒരു പോയിന്റിനെ ബി എന്നും വിളിക്കാണ്. അപ്പോ എ എന്ന പോയിന്റിലെ എക്സിനെ നമുക്ക് അറിയാം. എക്സ് എത്രയാ? എക്സ് 0 ആണ്. എക്സ് 0 ആണെങ്കിൽ വൈ എത്രയായിരിക്കും നമുക്ക് കണ്ടുകൂടെ മക്കളെ? നോക്കട്ടെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് കാണാം. എക്സ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് 0 ആണെന്ന് നമുക്ക് ഇതൊക്കെ ഓരോ സ്റ്റെപ്പിലായിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. എക്സ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എക്സ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ എന്തായിരിക്കും? ഇവിടെ എക്സ് 0 ആകുമ്പോൾ ഈ ഒരു ടേം പോകും, 2 × 0 0 ആയിട്ട് പോകും. പിന്നെ നമുക്ക് ഉണ്ടാവുക -y -2 = 0 എന്ന് വരും. റെഡി ആണോ? ഈ -y ഞാൻ എന്താ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ആ -y എന്താ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താ നമുക്ക് വരിക? -2 = y എന്ന് വരും. അപ്പോ വൈന്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് എന്താ? -2 ആണ്. വൈന്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് -2 ആണ്. അപ്പോ അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് എന്താ ബി പറഞ്ഞ പോയിന്റിൽ എക്സിന്റെ കോർഡിനേറ്റ് കാണണം. അതിലെ y = 0 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ y 0 ആണെങ്കിൽ y 0 ആയി പോയി കഴിഞ്ഞു. അതിൽ നമുക്ക് എക്സ് കാണണ്ടേ? അപ്പോ 2x, y 0 ആയി പോയി കഴിഞ്ഞു. 2x - 2 = 0 എന്ന് വരും. ഇതിൽ നമുക്ക് 2x = 2 എന്ന് വരും. ഈ -2 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ +2 ആയിട്ട് മാറും. ഇതിൽ നിന്ന് x = 2/2 = 1 എന്ന് കിട്ടും. അപ്പോൾ x = എന്താ 1 ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ x = 1 ആയിട്ടും എന്താ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, റെഡി ആണോ? അപ്പൊ 2 സൂചക സംഖ്യകൾ കാണാൻ പറഞ്ഞു. ആ 2 സൂചക സംഖ്യകളും നമ്മൾ കണ്ടു. സെറ്റാണോ? എടാ മക്കളെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയില്ല, ഇതൊരു റഫായിട്ട് നമ്മളൊരു പിക്ചർ വരച്ചതാണല്ലേ, വരച്ചിട്ടുള്ളതാണ്. ഈ ഒരു പോയിന്റ് ഇങ്ങനെ ഒരു ആക്സിസ് പോവുകയാണെങ്കിൽ ഇത് ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. ഈ പോയിന്റ് 0 - 2 വരുമോ? 0 - 2 വരുമല്ലോ? അങ്ങനെ ഒരു പോയിന്റ് അവിടെ വരൂലല്ലോ. ശരിക്കും ആ പോയിന്റ് എവിടെ വരുള്ളൂ? ഇതാണ് നമ്മളുടെ x ആക്സിസ്. 1 0 അത് വരും, സംശയങ്ങളൊന്നുമില്ലല്ലോ. 1 0 വരും. ഇവിടെ y വാല്യൂ 0 ആണ്. y വാല്യൂ 0 എന്ന് പറയുമ്പോൾ ആ പോയിന്റ് 0 - 2 ഇവിടെ ആയിരിക്കും വരിക. ആ പിക്ചർ ഇങ്ങനെ ആയിരിക്കും. നമ്മളിത് റഫായിട്ട് വരച്ചതാ. നമ്മൾ ചെയ്യണതിന്റെ മുന്നെന്താ നമുക്കതൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് കിട്ടിയോ? സെറ്റാണോ? ഇങ്ങനെയാണ് മാക്സ് നമ്മൾ ചെയ്യുക. റെഡി ആണോ? ഓക്കെ, നമുക്ക് അടുത്തത് അവസാനമായിട്ട് എന്താ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കൂടി എന്താ നമുക്ക് നോക്കാം. നമ്മളൊന്ന് ഫാസ്റ്റ് ആയിട്ടാണ് പോണത്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ എന്താ പതുക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂട്ടത്തിൽ എന്താ ഒപ്പം പിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ മക്കളെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അവസാനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. അതാണ് ഈ ഒരു പിക്ചറിന്റെ പ്രത്യേകത.
പിക്ചറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം എന്നുള്ള പ്രശ്നങ്ങൾ. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ ABCDEF ഇല്ല, ഈ ABCDEF ആധാര ബിന്ദു കേന്ദ്രമായ ഓക്കെ അല്ലെങ്കിൽ ഒറിജിൻ കേന്ദ്രമായിട്ടുള്ള ഒരു സമഷഡ്ഭുജമാണ് അല്ലെങ്കിൽ റെഗുലർ ഹെക്സഗൺ ആണ്. എ എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ 4,3 ആകുന്നു. ആയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഡിയുടെ സൂചക സംഖ്യകൾ കാണുക. ഇയാള് വെറും ഒരു ഹെക്സഗൺ അല്ല, റെഗുലർ ഹെക്സഗൺ ആണ്, സമഷഡ്ഭുജാണെന്ന് തന്നിട്ടുണ്ട്. ഡിയുടെ എവിടെ ഡി മക്കളെ, ഇതാണ് ഡി. അപ്പൊ ഈ ഡിയിലെ ഈ കോർഡിനേറ്റ്സ് ആണ് കാണാൻ പറഞ്ഞത്. ഈ റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് ഈ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒറിജിൻ ആണ് അല്ലെങ്കിൽ ആധാര ബിന്ദു ആണ്. 0, 0 ആണ് മക്കളെ. ഈ ലെങ്ത്തിന് തുല്യമായിരിക്കും ഈ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ലെങ്ത് നമുക്ക് അറിഞ്ഞൂടെ, എന്താ 4, 0 ആണ്. അപ്പൊ എക്സ് എന്താ, ഇത്രയും എന്താ 4 ആണ്. പ്രശ്നങ്ങളില്ല. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 4 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് തന്നെ ഈ ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നതും 4 തന്നെ ആയിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അങ്ങോട്ട് പോണത് പോസിറ്റീവ് ആണ്, ഇങ്ങോട്ട് വരുന്നത് എന്താ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ വൈക്ക് എന്താ, വൈ വാല്യൂ എന്താ 0 ആയിരിക്കും. എക്സ് ആക്സിസിലായത് കൊണ്ട് തന്നെ വൈ വാല്യൂ 0 ആയിരിക്കും. ഒരു 0 4 സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ട് വന്നിട്ടുണ്ട്, നെഗറ്റീവിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തത് എന്താ, എക്സ് ആക്സിസ് എന്താ 0 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ വൈ ആക്സിസ് എന്തായിരിക്കും, -4 ആയിരിക്കും. റെഡി ആണോ? ഇപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ, നമ്മൾ സർക്കിളിന്റെ ഒക്കെ ഡയമീറ്ററിന്റെ ലെങ്ത് നോക്കലില്ലേ, സർക്കിളിന്റെ ഡയമീറ്റർ, സർക്കിളിന്റെ സെന്റർ 0, 0 ആണെങ്കിൽ എന്താ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്താ എക്സ് ആക്സിസ് എന്താ 4 കുറഞ്ഞപ്പോ 0 ആയി അല്ലെ. എഗെയിൻ 4 കുറയണം, 0 -4 അല്ലേ, ഇതാ -4. റെഡി ആണോ? അങ്ങനെ നമുക്ക് ആലോചിച്ച് വെക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഡി പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതാ, എ പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ പോയിന്റ്, ഡി പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് -4, -0 ആണ്. ഓക്കെ, -4, 0 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റെഡി അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് അടുത്തുണ്ട് BGയുടെ നീളം. BG പറഞ്ഞുള്ള ഒരു ലൈൻ ഉണ്ടോ? BG പറഞ്ഞുള്ള ഒരു ലൈൻ ഉണ്ട്. ഈ ഒരു BG പറഞ്ഞുള്ള ലൈനിന്റെ ലെങ്ത് എന്താണ് ചോദിച്ചിട്ട്, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ 2 വശം കിട്ടിയാൽ എന്ത് കിട്ടും, മറ്റൊരു വശം കിട്ടും. അല്ലെങ്കിലോ കോണുകൾ കിട്ടിയാലും എന്താ അടുത്തൊരു വശം നമുക്ക് കിട്ടും. ഇതിലെ ഈ ഒരു ലെങ്ത് നമുക്കറിയോ, ഇത് മൊത്തം 4 ആണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും, 2 ആയിരിക്കും. സംശയങ്ങളൊന്നുമില്ലല്ലോ. എന്താ കാര്യം, എന്താ ഈ ഒരു ലെങ്ത് 2 ആവാൻ, മൊത്തം റെഗുലർ ഹെക്സഗൺ ആയത് കൊണ്ട് തന്നെ ഇവിടെ എന്ന് പറഞ്ഞത് എന്താ, ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് 2 ആയിരിക്കും, ഇങ്ങോട്ടുള്ള ഈ ലെങ്ത്തും 2 ആയിരിക്കും. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഒരു ലെങ്ത് കിട്ടി. റെഡി ആണോ? ആ ലെങ്ത് കിട്ടി. എടാ ഇയാള് 90 ഡിഗ്രി ആണ്, അതിൽ സംശയങ്ങളൊന്നുമില്ലല്ലോ. ഈ കോൺ എത്രയാ, ഈ കോണ്, എടാ ഇത് റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് തന്നെ മൊത്തം എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. അപ്പോൾ അയാളുടെ പകുതി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇയാൾ 90ഉം ഇയാൾ 60 ഡിഗ്രിയുമാണെങ്കിൽ ഇയാൾ എന്തായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. സംശയങ്ങളൊന്നുമില്ലല്ലോ. ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ 30ന് ഓപ്പോസിറ്റ് ഉള്ള ആള് ആരാ, ഇയാള് 2 സെന്റിമീറ്റർ ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 60ന് ഓപ്പോസിറ്റ് 2√3 ആയിരിക്കും. 90ന് ഓപ്പോസിറ്റ് എത്രയാ, 90ന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇയാള് 4 ആയിരിക്കും. 2 × 2 4 ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് BG പറഞ്ഞ ലെങ്ത് ആണ്. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെങ്ത് 2√3 എന്ന് എനിക്ക് എഴുതിക്കൂടെ? അപ്പോ BG = 2√3 എന്ന് എഴുതാം. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് C പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. B, E എന്നീ സൂചക സംഖ്യകൾ എന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾക്കാണ്. ബിയും അതേപോലെ ഇന്റെയും സൂചക സംഖ്യകൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇവിടെ ഒരു എക്സിന്റെ സൂചക സംഖ്യ ഉണ്ടായിരിക്കും. എക്സ് കാണുന്നത് ഇതാ താഴോട്ട് വരിക. ഇതാ ഈ ലെങ്ത് എത്രയാ മക്കളെ, ഈ ലെങ്ത് എത്രയാ, ജിന്റെ സൂചക സംഖ്യ എത്രയാ, ഇതാ ജി എന്ന് പറഞ്ഞതിന്റെ സൂചക സംഖ്യ എത്രയായിരിക്കും? എക്സ് ആക്സിസിലായത് കൊണ്ട് തന്നെ വൈ വാല്യൂ
സീറോ ആയിരിക്കും. സംശയങ്ങളൊന്നുമില്ലല്ലോ. എക്സ് ആക്സിൽ ആയതുകൊണ്ട് തന്നെ y വാല്യൂ അല്ലെങ്കിൽ വൈന്റെ കോർഡിനേറ്റ് സീറോ ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്നും ഒറിജിൻ ആണ്, ഒറിജിനിൽ നിന്നും ഇങ്ങോട്ടുള്ള ലെങ്ത് എന്താ 2 ആണ്, അപ്പൊ 2 ആയിരിക്കും. എക്സ് എന്താ 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിലോട്ട് പോയാൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, അയാളും 2 ആയിരിക്കും. അതിൽ സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇയാളുടെ y വാല്യൂ ഇതാ ലെഫ്റ്റിലോട്ട് പോകണം. ഈ ലെങ്ത് തന്നെയല്ലേ ഈ ലെങ്ത് എന്ന് അത് നമ്മൾ കണ്ടുപിടിച്ചു 2√3 ആണെന്ന്. അതിലും സംശയങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ബിയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടി എന്താ 2,2√3 എന്ന് കിട്ടി. സെറ്റാണോ? ഒരാളെയും കൂടി നമുക്ക് ചോദിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ചെങ്ങായും കൂടി ഉണ്ട്. ഈന്റെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഈന്റെ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ ദാ കിടക്കട്ടെ, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ കിടക്കട്ടെ അല്ലേ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അത് നമുക്കറിയാം. ഈ മൊത്ത ലെങ്ത് എന്ന് പറയുന്നത് 4 ആണെന്ന് നമുക്കറിയാം. ഈ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും, ഈ ലെങ്ത്തും 2 ആയിരിക്കും. തെറ്റല്ലേ? ഈ ലെങ്ത് എത്രയായിരിക്കും, ഈ ലെങ്ത് തന്നെയല്ലേ മക്കളെ ഈ ലെങ്ത് എന്ന് പറയുക. ഈ ലെങ്ത് 2√3 ആണ്. അപ്പൊ ഈ ലെങ്ത്തും 2√3 ആണ്. അതേപോലെ ഈ ലെങ്ത്തും എന്താ 2√3 ആയിരിക്കും. ഈ ലെങ്ത് 2√3 ആണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താ 2√3 തന്നെയായിരിക്കും. നമുക്ക് കോർഡിനേറ്റ് കണ്ടൂടെ? എന്താ ഇയാളുടെ എക്സ് കോർഡിനേറ്റ് കാണണം. എക്സ് കോർഡിനേറ്റ് കാണണം. അതാണ് എക്സിന്റെ കോർഡിനേറ്റ്. എക്സിന്റെ കോർഡിനേറ്റ് എത്രയാ? എക്സിന്റെ കോർഡിനേറ്റ് -2 ആയിരിക്കും. ലെഫ്റ്റിലോട്ട് വരും. ഇവിടുത്തെ കോർഡിനേറ്റ് നമുക്ക് കണ്ടൂടെ? ഇവിടുത്തെ കോർഡിനേറ്റ് എന്താ 0, y 0 ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞത് എത്രയാ? എക്സ് എന്ന് പറഞ്ഞത് -2 ആയിരിക്കും. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ഇയാളുടെ എക്സ് കോർഡിനേറ്റും അതായിരിക്കും. ഇയാളുടെ y കോർഡിനേറ്റ് നമുക്ക് കാണണം. y എന്ന് പറഞ്ഞത് താഴത്തോട്ട് വരുന്നതാണ് y. അയാള് 2√3 ആയിരിക്കും. വെറും 2√3 അല്ല, -2√3 ആയിരിക്കും. എന്താണ് ഇവിടെ എക്സിന്റെ വാല്യൂം വൈന്റെ വാല്യൂം ഒക്കെ എന്താ പോസിറ്റീവ് ആയിരിക്കും. ഈ ക്വാഡ്രന്റിൽ എന്താ, ഈ ക്വാഡ്രന്റിൽ എക്സിൻ്റെതും വൈൻ്റെതും എന്താ മൈനസ് ആയിരിക്കും. സെറ്റാണോ? മറന്നുപോയത്. അപ്പൊ ഈന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് -2√3 ആയിരിക്കും. ഇയാളുടെ ഓപ്പോസിറ്റ് അല്ലേ ഇയാള് കിടക്കുന്നത്. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓരോന്നിനും മുറിച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് എഴുതാം. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇയാള് ഓപ്പോസിറ്റ് ആണ് ഇയാള് കിടക്കുന്നത്. അപ്പൊ ഇയാള് പോസിറ്റീവ് ആകുമ്പോൾ ഇയാള് ഫുള്ള് നെഗറ്റീവ് ആണ്. അപ്പൊ -2√3 ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റെഡിയാണോ? കാണുമ്പോഴുള്ള ഒരു ബേജാറ് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നമ്മൾ എന്താ ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എന്താ വിട്ടിട്ടുണ്ട്. സാധ്യതകളുടെ ഗണിതം, അതേപോലെ പോളിനോമിയൽസ്, സ്റ്റാറ്റിക്സ് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വെറി ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. അത് സ്വയം നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യും. സെറ്റാണോ? അപ്പോൾ പ്രധാനപ്പെട്ട വലിയ ചാപ്റ്റേഴ്സുകളൊക്കെ, ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മളെ എക്സാം ആയി തുടങ്ങിയില്ലേ? 17-ാം തീയതി ആണല്ലേ നമ്മളെ എക്സാം. എന്തായാലും ആ ഒരു എക്സാം അടിപൊളിയായിട്ട് ഉഷാറാക്കി ഫുൾ A+ വാങ്ങാൻ നിങ്ങൾക്ക് എന്താ മാക്സിമം അല്ലെ എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങാൻ സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻ എന്താ നമ്മൾ ഔദ്യോഗികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.